ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ NCERT ചാപ്റ്റർ സീരീസിലെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ NCERTയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ഒരു പകുതി വരെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. നമ്മളിത് രണ്ട് പാർട്ടായിട്ട് ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. നമ്മുടെ മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളും ഒക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ വീഡിയോയിൽ ഒതുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ നിന്ന് കുറെ സെന്റൻസുകൾ നിങ്ങൾക്ക് അറിയാലോ, എക്സാമിന് അതേപോലെ തന്നെ എടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൗലികാവകാശങ്ങളൊക്കെ അതേപോലെ തന്നെ ഈ നിർദ്ദേശക തത്വങ്ങളൊക്കെ ആർട്ടിക്കിളായിട്ട് വീഡിയോ വേറെ ചെയ്യാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം. പക്ഷെ ഇപ്പം നമ്മുടെ ഫോക്കസ് എന്താ, എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന രീതിയിൽ, എക്സാമിന് സ്റ്റേറ്റ്മെന്റ് വന്ന ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ NCERTയിലുള്ളതും തുല്യതാ ടെക്സ്റ്റ് ബുക്കിലുള്ളതും കവർ ചെയ്ത് പോകണം. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഫോക്കസ് കൊടുക്കുന്നത്. ഈ ചാപ്റ്ററിൽ, ഈ വീഡിയോയിൽ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മൗലികാവകാശങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിൽ നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നും നമ്മൾ ആർട്ടിക്കിൾ അല്ല പറഞ്ഞു പോകുന്നത്. ഈ NCERTയിൽ എന്താണോ നിർദ്ദേശക തത്വങ്ങളെ കുറിച്ച് പറയുന്നത് അതിന്റെ പോയിന്റ്സ് ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമുക്ക് കുറേ പോയിന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ കണ്ടു അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ചാനലൊക്കെ സജസ്റ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ അവകാശങ്ങളുടെ രണ്ടാമത്തെ പാർട്ടാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 6 മൗലികാവകാശങ്ങളിൽ ഏതൊക്കെ അവകാശങ്ങളാ പറഞ്ഞത്? സമത്വത്തിനുള്ള അവകാശം പറഞ്ഞു അല്ലെ, രണ്ടാമത്തത് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം പറഞ്ഞു, പിന്നെ ചൂഷണത്തിനുള്ള എതിരായിട്ടുള്ള അവകാശം, പിന്നെ മതസ്വാതന്ത്ര്യം. ഇത്രയും കാര്യങ്ങളാണ് NCERTയിലും തുല്യതാ ടെക്സ്റ്റ് ബുക്കുകളിലായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ടുള്ള 2 അവകാശങ്ങളാണ് ഏതൊക്കെ? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശവും അതേപോലെ തന്നെ ഭരണഘടനാ പ്രതിവിധികൾക്കുള്ള അവകാശവും. നോക്കാം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശങ്ങൾ, ഇത് ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗത്തിന് വേണ്ടിക്കൊണ്ട് കൊടുത്തിട്ടുള്ള അവകാശമാണ് ഇതെന്ന് പറയുന്നത്, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം. അപ്പൊ അവർക്ക് എന്തിനാ ഇത് ഒരു അവകാശങ്ങൾ കൊടുത്തത്? അതായത് ഇന്ത്യയിൽ വൈവിധ്യമായിട്ടുള്ള സമൂഹമാണിത്. ഇവിടെ പറയുന്നുണ്ട് അത് ഇന്ത്യൻ സമൂഹം എന്തല്ല, ഒരു മോണോലിത്തിക് അല്ല. എന്താ ഒരു മോണോലിത്തിക് എന്ന് പറഞ്ഞാൽ? ഒരു ഏകീകൃത സ്വഭാവമുള്ള, ഏകദേശം എല്ലാവരും ഒരേപോലെ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് നമ്മൾ ഒരു മോണോലിത്തിക് സമൂഹം എന്ന് പറയും. ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലോ മോണോലിത്തിക് എന്ന് പറയാൻ പോലും പറ്റൂല അല്ലെ. പലതരത്തിലുള്ള ജാതി, പലതരത്തിലുള്ള മതം, ഭാഷ, സംസ്കാരം, ഭക്ഷണ രീതി, ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അങ്ങനെ വസ്ത്രരീതി എല്ലാം എന്താ ഡിഫറെന്റ് ആണ്. അപ്പൊ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള ഇത്രയും ആളുകളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ഈ ഒരു മൈനോറിറ്റി വിഭാഗത്തിന്, അതായത് സാധാരണയുള്ള ഭൂരിപക്ഷ വിഭാഗത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ജീവിക്കുന്ന, ചിലപ്പോൾ വ്യത്യസ്ത ഭാഷയോ അല്ലെങ്കിൽ വ്യത്യസ്ത മതമോ, അതായത് ഇപ്പൊ ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മതവിഭാഗങ്ങൾ മാത്രമല്ല, ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങളും ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഭാഷാ ന്യൂനപക്ഷ വിഭാഗങ്ങൾ, അതായത് ഒരു ഭൂരിഭാഗം സംസാരിക്കുന്ന ഭാഷയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഭാഷ സംസാരിക്കുന്ന ഒരു കുഞ്ഞു വിഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഭാഷാ ന്യൂനപക്ഷം എന്ന് പറയാം. അങ്ങനെ മത ന്യൂനപക്ഷ വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഇവരെ എന്ത് ചെയ്യണം? ഇവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. ഭൂരിപക്ഷ വിഭാഗത്തിന് അവകാശങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ന്യൂനപക്ഷ വിഭാഗത്തിനും ഞങ്ങളും ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് പറഞ്ഞൊരു ഫീല് ഉണ്ടാവുന്നതിൽ അല്ലെ. അപ്പൊ ഈ ഭൂരിപക്ഷ വിഭാഗക്കാരുടെ കാര്യങ്ങൾ അനുസരിച്ച് തന്നെ ന്യൂനപക്ഷ വിഭാഗക്കാരും ജീവിക്കണം എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? അല്ല. ചിലപ്പോൾ അവരുടെ ജീവിത രീതി, സംസ്കാരം, ലിപി, ഭാഷ അതൊക്കെ വ്യത്യാസമായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവർ ജീവിക്കാൻ വേണ്ടിക്കൊണ്ടുള്ള അനുവദിക്കണം, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിക്കൊണ്ടുള്ള ഒരു അവകാശം ഇവിടെ ഉണ്ടാവണം അല്ലെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സാംസ്കാരികവും ന്യൂനപക്ഷ അവകാശമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള അവകാശമായിട്ട് എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് വെക്കുന്നത്. ക്ലിയർ അല്ലേ? ഏത് ആർട്ടിക്കിൾ പറയുന്നത്? ആർട്ടിക്കിൾ 29, 30 ഇതിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ പറയുന്നത്. നോക്ക്, എണ്ണത്തിൽ ചെറുതായ സാമൂഹ്യ വിഭാഗങ്ങൾ ഉണ്ടായിരിക്കാം. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ന്യൂനപക്ഷ വിഭാഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന വിശ്വസിക്കുന്നത് എന്താ? ഈ വൈവിധ്യമാണ് നമ്മുടെ ശക്തി എന്നാണ് അല്ലെ. ഇത്രയും വൈവിധ്യമുള്ള ഒരു രാജ്യം, നമ്മുടെ ലോകത്തിൽ തന്നെ കുറച്ച് രാജ്യങ്ങളെ ഇത്രയും വൈവിധ്യമുള്ള രാജ്യങ്ങൾ, ഇപ്പൊ ഇന്ത്യന്റെ
ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന തന്നെ നോക്കുകയാണെങ്കിൽ മുകളിലാണെങ്കിൽ മൗണ്ടെയിൻസ് അല്ലെ, മഞ്ഞ് മൂടി കിടക്കുന്ന പ്രദേശങ്ങൾ, ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഡെസേർട്ട് ആയിട്ടുള്ള ഡ്രൈ ഏരിയാസ്, മറ്റൊരു സൈഡിലാണെങ്കിൽ റെയിനി ആയിട്ടുള്ള ഹിൽ സ്റ്റേഷൻസ്, നടുക്ക് നോക്കുകയാണെങ്കിൽ പ്ലാറ്റ്യൂസ്, താഴേക്ക് നോക്കുകയാണെങ്കിൽ കോസ്റ്റൽ ഏരിയാസ് അല്ലെ. അപ്പൊ എല്ലാ റീജിയൻസും ഒരുമിച്ചുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അതേപോലെ തന്നെ ഇത്രയും റീജിയൻസ് ഉൾക്കൊള്ളുന്നതുകൊണ്ട് തന്നെ വൈവിധ്യമാണ് നമ്മുടെ ഇവിടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. അപ്പൊ ഈ വൈവിധ്യത്തിനെ ഒക്കെ ഉൾക്കൊള്ളാൻ വേണ്ടിക്കൊണ്ടാണ് ന്യൂനപക്ഷ വിഭാഗത്തിന് കുറെ അവകാശങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഇനി ഭാഷാപരവും സാംസ്കാരികപരവുമായിട്ടുള്ള കുറെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയിലുണ്ട്. രാജ്യത്തിന്റെ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്തോ അല്ലെങ്കിൽ രാജ്യത്തൊട്ടാകെയോ മറ്റു വിഭാഗങ്ങളെക്കാൾ എണ്ണത്തിൽ കുറവുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂനപക്ഷ വിഭാഗക്കാർ എന്ന് വിളിക്കുന്നത്. ഇത്തരം സമുദായക്കാർക്ക് അവരുടേതായ ഒരു സംസ്കാരവും ചിലപ്പോൾ ഭാഷാ രീതിയും ലിപിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കാം, ഇവിടെ ഭരണഘടനാ നിർമ്മാണ സഭയിലുള്ള അംഗമായ സർദാർ ഹുക്കും സിംഗ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ഇവിടെ കാണിക്കുന്നത്. ന്യൂനപക്ഷങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു സുരക്ഷാബോധം ഉണ്ടാക്കുന്നതിന് ഭൂരിപക്ഷത്തിന് ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ ഇവിടെ ഇന്ത്യയിൽ ഇത്രയും ന്യൂനപക്ഷ സമൂഹങ്ങളുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ ഒരു സുരക്ഷിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സുരക്ഷാ ബോധം ഉണ്ടാക്കുന്നതിന്, ഞങ്ങൾ ഇവിടെ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞൊരു ബോധം ഉണ്ടാക്കുന്നതിന് ഗവൺമെന്റിനെ പോലെ തന്നെ ആർക്കും ഉത്തരവാദിത്തമുണ്ട്? നമ്മുടെ ഭൂരിപക്ഷ വിഭാഗത്തിന് ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ആര് പറയുന്നത്? സർദാർ ഹുക്കും സിംഗ് അഭിപ്രായപ്പെടുന്നത്. ഒരു മതേതര രാഷ്ട്രത്തിൽ മാത്രമേ ന്യൂനപക്ഷത്തിന് സുരക്ഷിതം ഉണ്ടായിരിക്കുള്ളൂ. സത്യമാണ് പറഞ്ഞത്. ഒരു ഏകമത രാജ്യത്തിൽ ഒരിക്കലും അവിടെയുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗം എന്തായിരിക്കില്ല? പ്രൊട്ടക്റ്റഡ് ആയിരിക്കില്ല. ഇനി അത് അവരെ ദേശീയവാദികളാക്കും. പിന്നെ ഭൂരിപക്ഷ സമുദായം തങ്ങളുടെ ദേശസ്നേഹത്തെ പൊലിപ്പിച്ച് കാട്ടേണ്ടതില്ല. പിന്നെ മൂപ്പരുടേതായിട്ടുള്ള കുറച്ച് അഭിപ്രായങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആൾ ഉദ്ദേശിക്കുന്ന എന്താ? ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കൊടുക്കണം എന്നുള്ളൊരു ആശയമാണ് ആൾ മുന്നോട്ട് വയ്ക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നോക്കിയേ, മതപരവും ഭാഷാപരവുമായ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും അവരുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും അത് നടത്തിക്കൊണ്ടുപോകാനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശമാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ സാംസ്കാരികവും വിദ്യാഭ്യാസപരവും തന്നെ അവകാശം ന്യൂനപക്ഷ വിഭാഗത്തിനുള്ളതാണ് അല്ലെ. ഇനി അതിലൂടെ അവർക്ക് സംസ്കാരത്തെ സംരക്ഷിക്കുവാനും അവരുടേതായിട്ടുള്ള ഈ ഒരു വിഭാഗത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്താനും ഒക്കെ കഴിയും. ഇനി ന്യൂനപക്ഷ സമുദായ മാനേജ്മെന്റുകൾക്ക് ഇപ്പം സർക്കാർ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പണമൊക്കെ അനുവദിക്കുകയാണെങ്കിൽ ഇതുപോലെ ന്യൂനപക്ഷ സമുദായക്കാർ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായം മാനേജ്മെന്റിൽ ഇരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? ആ സ്ഥാപനത്തിനോടൊന്നും വിവേചനം കാണിക്കാൻ വേണ്ടിക്കൊണ്ട് പാടില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പൊ സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന സമയത്ത് ന്യൂനപക്ഷ സമുദായ മാനേജ്മെന്റ് കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? വിവേചനം കാണിക്കാൻ പാടില്ല. ഭൂരിപക്ഷ സമുദായത്തിന്റെ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഈ സാമ്പത്തിക സഹായം അനുവദിക്കുന്ന പോലെ തന്നെ ആർക്കും കൊടുക്കണം? ന്യൂനപക്ഷ വിഭാഗത്തിന്റെ മാനേജ്മെന്റുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതാണ് എന്ത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിനെ കുറിച്ച് നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന പോയിന്റ്. ഇനി നമുക്ക് തുല്യതാ ടെക്സ്റ്റ് ബുക്ക് നോക്കാം. സെയിം സംഭവം തന്നെയാണ്, പക്ഷെ ഇവിടെ രണ്ട് ആർട്ടിക്കിൾ എടുത്ത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 29 ആർട്ടിക്കിൾ 30. നോക്കാം, ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കണ്ടോ, വൈവിധ്യമാണ് ശക്തി. സെയിം പോയിന്റ്സ് തന്നെയാണ്, വേറെ എക്സ്ട്രാ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടെ ആർട്ടിക്കിൾ പറയുന്നുണ്ട് ഭരണഘടനയിൽ 29, 30 വകുപ്പുകളിലാണ് എന്ത്? ഈ ന്യൂനപക്ഷങ്ങളുടെ അവകാശം കുറച്ചും കൂടെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശം നൽകുന്നുണ്ട്. ഏത് ആർട്ടിക്കിൾ അത് പറയുന്നത്? ആർട്ടിക്കിൾ 29 നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ഇനി ഈ ന്യൂനപക്ഷ വിഭാഗത്തിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാനും അത് നടത്തിക്കൊണ്ടു പോകാനൊക്കെ ഉള്ള ഒരു അവകാശം പറയുന്നുണ്ട്. അത് ഏതിലാ പറയുന്നത്? വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിന് നടത്തിപ്പിനുള്ള അവകാശം പറയുന്നത് ഏതിലാ? ആർട്ടിക്കിൾ 30. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശത്തിന് കാര്യങ്ങളായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, അവസാനത്തെ നമ്മുടെ മൗലികാവകാശമാണ് ഇത് ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം. അതായത് നമ്മൾ ഈ മൗലികാവകാശങ്ങൾ ഭരണഘടനയിൽ എഴുതി ചേർക്കുന്ന സമയത്ത് വെറുതെ ഒരു ഷോന് വേണ്ടി അവിടെ ഇന്ന അവകാശങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട് കേട്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ട് കേട്ടോ എന്ന് മാത്രം പറഞ്ഞു വെച്ചാൽ മതിയോ? പോരാ. ഇത് ഇവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ എന്തു ചെയ്യണം? അതും കൂടെ പറഞ്ഞു വെക്കണം അല്ലെ. ഈ മൗലികാവകാശങ്ങൾ ഇവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾക്ക് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യണം?
ഇതിന്റെ ഒരു കാര്യം കൂടെ, ഈ പറഞ്ഞ കാര്യം കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അത് നമ്മുടെ അടുത്ത മൗലികാവകാശമാക്കിയിട്ടാ കൂട്ടിച്ചേർത്ത്. ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരം കാണാനുള്ള അവകാശം. ഇങ്ങനെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ പരിഹാരക്രിയ എന്താണെന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്താ പരിഹാരം എന്ന് പറയുന്നത്? നമുക്ക് നേരിട്ട് സുപ്രീം കോടതിനെയോ ഹൈക്കോടതിനെയോ സമീപിക്കാം. എന്നിട്ട് ഈ മൗലികാവകാശങ്ങൾ സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിക്കൊണ്ട് ഈ സുപ്രീം കോടതി ഹൈക്കോടതിക്ക് പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? റിട്ട് എന്ന് വിളിക്കുന്നത്. അപ്പം ഈ 5 അവകാശങ്ങൾ പറയുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു അവകാശം കൂടെ കൂട്ടിച്ചേർത്തു. ഏതാണ്? കൂട്ടിച്ചേർത്തു എന്ന് പറഞ്ഞാൽ പിന്നീട് ആഡ് ചെയ്തു എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിർമ്മാണ വേളയിൽ തന്നെ അതും കൂടെ കൂട്ടിച്ചേർത്തു. ഭരണഘടനാ നിർമ്മാണ സഭ ഉണ്ടാക്കുന്ന സമയത്ത് അതും കൂടെ. ഏതാണ്? ഭരണഘടനാപരമായിട്ടുള്ള പ്രതിവിധികൾക്കുള്ള അവകാശം അല്ലെങ്കിൽ പരിഹാരം കാണാനുള്ള അവകാശം. എന്നാലേ എന്താവുന്നുള്ളൂ? മൗലികാവകാശം കംപ്ലീറ്റ് ആവുന്നുള്ളൂ. ഇല്ലാതെ കുറെ അവകാശങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെക്കുന്നതിൽ കാര്യമില്ലല്ലോ, അല്ലെ? അപ്പം വളരെയധികം മതിപ്പുളവാകുന്ന മൗലികാവകാശങ്ങളുടെ പട്ടിക ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത്. എന്നാൽ കേവലം അവകാശങ്ങളുടെ ഒരു പട്ടികയായാൽ മാത്രം മതിയോ? അല്ല, അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അവകാശങ്ങൾ പ്രായോഗിക തലത്തിൽ യാഥാർത്ഥ്യമാകുന്നതിനും അവയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിനുമുള്ള മാർഗവും ഉണ്ടാവേണ്ടതുണ്ട്. ആ മാർഗവും ഒരു അവകാശമായിട്ട് തന്നെ ഇവിടെ ചേർത്തിരിക്കുന്നു, ഭരണഘടനയിൽ ചേർത്തിരിക്കുന്നു. ഇതിനെ അംബേദ്കർ വിശേഷിപ്പിച്ച എന്താ? ആർട്ടിക്കിൾ 32 അംബേദ്കർ വിശേഷിപ്പിച്ച എന്താ? ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്നാണ്. ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും അംബേദ്കർ വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. PSC എപ്പോഴും ചോദിക്കുന്നത്. അപ്പൊ ഇനിയിപ്പോ ചോദിച്ചു മടുത്തിട്ടുണ്ടാവും. ഇനി നോക്കിയേ, റിട്ടുകളുടെ കാര്യം പറയുന്നുണ്ട്, അല്ലെ? റിട്ടുകൾ എത്ര തരത്തിലുള്ളത്? 5 തരത്തിലുള്ള റിട്ടുകളാണ്. ഈ റിട്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ ബ്രിട്ടൻ എന്നാണ് കടമെടുത്തിട്ടുള്ളത്. പക്ഷെ ഇത് റിട്ട് കുറിക്കുന്ന പദങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അത് ലാറ്റിൻ വേർഡ്സ് ആണ്. ഏതൊക്കെ റിട്ടുകളാണുള്ളത്? ഹേബിയസ് കോർപ്പസ്, മാൻഡമസ്, കോ വറണ്ടോ, സെർഷ്യോററി, പിന്നെ പ്രൊഹിബിഷൻ. 5 തരത്തിലുള്ള റിട്ടുകൾ. 6 മൗലികാവകാശങ്ങളും 5 റിട്ടുകളും. നോക്കണേ, 6 മൗലികാവകാശങ്ങളും 5 റിട്ടുകളും. ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാവുന്ന കാര്യമാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് വിളിക്കുന്നുണ്ട്. എന്താ അതിന്റെ അർത്ഥം? ശരീരം ഹാജരാക്കുക എന്നാണ്. ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുണ്ടായ കാരണങ്ങളോ അതിന്റെ രീതിയോ നിയമാനുസൃതമാണെങ്കിൽ അതെന്താ? അവരെ നിയമത്തിന്റെ വഴിക്ക് തന്നെ വിടും. എന്നാൽ അല്ലെങ്കിലോ ആ വ്യക്തിയെ സ്വതന്ത്രമാക്കാൻ വേണ്ടിക്കൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിക്കുക. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി മാൻഡമസ് എന്ന് പറഞ്ഞാലോ, ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായിട്ടുള്ള കർത്തവ്യം, ഞാനിപ്പോ ഒരു എന്താ പറയാ സ്കൂളിലെ ടീച്ചറാന്ന് വെച്ചോ, ഞാൻ എന്റെ കർത്തവ്യം എന്താ? എന്റെ ഡ്യൂട്ടി എന്താ? കുട്ടികളെ പഠിപ്പിക്കുക. ഞാൻ അത് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക. ദിവസവും സ്കൂളിൽ പോകുന്നുണ്ട്, ഞാൻ ഇത് ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പം കുട്ടികളുടെ മൗലികാവകാശം, അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശമല്ലേ അവിടെ ലംഘിക്കപ്പെടുന്നത്. അങ്ങനെ എന്നോട്, അതായത് ഒരു ഉദ്യോഗസ്ഥനോട് തന്റെ കർത്തവ്യം ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, ഇപ്പൊ ടീച്ചറോട് എന്ത് ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, ഈ വേണ്ടിക്കൊണ്ട് പിന്നെ വരുന്നുണ്ട് അല്ലെ. ഇത് ടീച്ചറോട് ഈ ഒരു കർത്തവ്യം ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്ന റിട്ടാണ് ഇതെന്ന് പറയുന്നത് മാൻഡമസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ആർക്കെതിരെ മാത്രമേ ഇത് പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ? നമ്മുടെ ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പുറപ്പെടുവിക്കാൻ പറ്റുന്നത്, സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ. അപ്പൊ മറ്റൊരു വ്യക്തിയുടെ അവകാശം അവിടെ എന്ത് ചെയ്യാണ്? ഇയാള് സ്വന്തം കർത്തവ്യം ചെയ്യാതിരിക്കുന്ന വഴി മറ്റൊരാളുടെ അവകാശം അവിടെ ലംഘിക്കപ്പെടുകയാണ്. അപ്പൊ അതിനായിട്ട് പുറപ്പെടുവിക്കുന്ന റിട്ടാണ് ഇത് മാൻഡമസ് എന്ന് പറയുന്നത്. പ്രൊഹിബിഷനോ, ഈ കോടതികൾ അധികാര പരിധി വരാത്ത കേസ് പരിഗണിക്കുന്നതിനെ വിലക്കുന്ന റിട്ടാണ് ഏത്? പ്രൊഹിബിഷൻ. ആ വാക്ക് തന്നെ കിട്ടും, പ്രൊഹിബിറ്റ് ചെയ്യാം അല്ലെ. ഇനി അടുത്തത് കോ വറണ്ടോ. കോ വറണ്ടോ എന്ന് പറഞ്ഞാൽ എന്ത് അധികാരം? ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതിനായി കോടതി കണ്ടെത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ടും പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? കോ വറണ്ടോ. എന്ത് അധികാരം എന്നാ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഈ ജോലി ചെയ്യാൻ വേണ്ടിക്കൊണ്ട് എന്താ അധികാരം ഉള്ളത്? അല്ലെങ്കിൽ ഈ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിക്കൊണ്ട് എന്ത് അധികാരം ഉള്ളത്? അതാ ചോദിക്കുന്നത്. ഇനി സെർഷ്യോറിയോ, ഒരു കീഴ്ക്കോടതിയിലെയോ മറ്റ് അധികാര സ്ഥാപനത്തിന്റെയോ മുൻപാകെ പരിഗണനയിരിക്കുന്ന ഒരു കേസ് മേൽക്കോടതിയിലേക്കോ അല്ലെങ്കിൽ ഉന്നത അധികാര സ്ഥാനത്തിലേക്കോ കൈമാറാൻ വേണ്ടിക്കൊണ്ട് പറയുന്ന വിട്ട് സാക്ഷ്യപ്പെടുത്തുക എന്നതിന്റെ അർത്ഥം. സെർഷ്യോററി, സർട്ടിഫൈ ചെയ്യുക, സാക്ഷ്യപ്പെടുത്തുക. ക്ലിയർ അല്ലേ? ഇതൊക്കെയാണ് റിട്ടുകൾ. ഇനി ഇവിടെ തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ നോക്കാം. ഈ സെയിം സംഭവങ്ങൾ തന്നെയാണ്. ഇവിടെ ഒന്നും വലിയ എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്നില്ല. പക്ഷെ ഭരണഘടനയിലെ 32 ആർട്ടിക്കിളിലാണ് ഈ നമ്മുടെ
ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം പറയുന്നത് എന്നുള്ള അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ ഓരോന്നിന്റെയും മലയാളം അർത്ഥങ്ങളും പറയുന്നുണ്ട്. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമസ് ഞങ്ങൾ കൽപ്പിക്കുന്നു, പിന്നെ പ്രൊഹിബിഷൻ എന്ന് പറഞ്ഞാൽ തടയുക അല്ലെ, തടയുക, സെർഷ്യോററി ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക, സെർഷ്യോററി സാക്ഷ്യപ്പെടുത്തുക അല്ലെങ്കിൽ ഒരു കാര്യത്തെ പറ്റി അറിവ് കൊടുക്കുക. പിന്നെ വരണ്ടോ എന്ന് വെച്ചാൽ എന്താ, എന്തധികാരം. ഇതൊക്കെയാണ് ഇതിന്റെ മലയാളം ടേംസ് വരുന്നത്. ഇത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു കാതിബോർഡ് LDCയോ തിരുവനന്തപുരം LDCയോ ഓർക്കുന്നില്ല, ഇത് മാച്ച് ദ ഫോളോയിങ് ആയിട്ട് അല്ലെ ചേരും പടി ചേർക്കുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓരോ റിട്ടും അതിന്റെ മലയാളം കാര്യങ്ങൾ. ക്ലിയർ അല്ലേ, അതിന്റെ അർത്ഥം എന്താന്നുള്ളത്. ഇനി മൗലികാവകാശങ്ങൾ 6 അവകാശങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പോകുന്ന എന്തിലേക്കാണ്, നിർദ്ദേശക തത്വങ്ങളിലേക്കാണ്. എന്താ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്? ആരോടാ നിർദ്ദേശം കൊടുക്കുന്നത്, ആർക്കാ നിർദ്ദേശം കൊടുക്കുന്നത്? ശരിക്കും നിർദ്ദേശം കൊടുക്കുന്നത് ഇനി വരാൻ പോകുന്ന ഗവൺമെന്റുകൾക്കാണ് അല്ലെ. ഇനി വരാൻ പോകുന്ന ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ് എന്തെന്ന് പറയുന്നത്, നിർദ്ദേശക തത്വങ്ങൾ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പം ഭരണഘടനാ നിർമ്മാതാക്കള് ഭരണഘടന ഉണ്ടാക്കിയ സമയത്ത് അവർക്ക് കുറെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇനി എങ്ങനെ ഇവിടെ ഉള്ള രാജ്യത്തിന് ഭരണം നടത്തണം എന്നുള്ളതിനെ കുറിച്ചും, എന്തൊക്കെ കാര്യങ്ങളാണ് ഇനിയുള്ള ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ചും, എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് ഇനി വരുന്ന ഗവൺമെന്റ് നേടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവർക്ക് കുറച്ചൊരു എയിം ഉണ്ടായിരുന്നു, ഇവർക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയ ഏതിലാണ്, ഈ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അനേകം വെല്ലുവിളികളെ നേരിടുന്ന, നമ്മൾ വിചാരിക്കുന്നത് പോലെ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഭയങ്കര സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. ചെറിയ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു വിചാരിച്ചത്, ചെറുപ്പത്തിലല്ല ഞാൻ അങ്ങനെ വിചാരിച്ചേ. ആ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇവിടെ ഭയങ്കര ആഘോഷം, മറ്റേ പാട്ടൊക്കെ പാടിയുള്ള ആഘോഷമൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയായിരുന്നു എൻ്റെ മൈൻഡിൽ. പിന്നെ പതുക്കെ പഠിച്ചൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, അന്ന് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഇന്ത്യ പാക് വിഭജനം എന്ന് പറയുന്നതായിരുന്നു വലിയ പ്രശ്നമായിരുന്നു. 4-5 വർഷത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പലായനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആളുകൾക്ക് ഈ ഭരണഘടനയെ കുറിച്ച് അറിവില്ലാത്തതും പിന്നെ വലിയ പ്രശ്നങ്ങളും ഒക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിച്ചു വരുന്ന സമയത്താണ് മനസ്സിലാക്കുന്നത്. നോക്കിയേ, ഇവിടെ പറയുന്നത് എന്താ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കുറേ വെല്ലുവിളികളെ നേരിടേണ്ടി വരുന്നവർക്ക് നേരത്തെ അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പൗരന്മാർക്കും സമത്വവും ക്ഷേമവും കൊണ്ടുവരിക എന്ന വെല്ലുവിളിയായിരുന്നു ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എല്ലാവർക്കും സമത്വവും ക്ഷേമവും അല്ലെങ്കിൽ ഒരു ക്ഷേമ രാഷ്ട്രം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നമ്മൾ അന്ന് കണ്ടിരുന്നത്. ഇനി വരുന്ന ഗവൺമെന്റുകൾ നല്ലൊരു ക്ഷേമ രാഷ്ട്രമാക്കി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. അംബേദ്കർ തന്നെ പറയുന്നുണ്ട്, ഏറ്റവും നല്ല രീതിയിൽ ഭരിക്കുന്ന ഗവൺമെന്റിന് നല്ല ഒരു ഭരണഘടനയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ കൊടുത്തിട്ടുള്ളത്. എന്നാൽ ഈ ഭരണഘടന എന്ത് ചെയ്യാനും പറ്റും, ഈസി ആയിട്ട് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിക്കൊണ്ട്, അല്ലെങ്കിൽ നല്ല രീതിയിലല്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കുന്ന ഗവൺമെന്റ് ആണെങ്കിൽ അവർക്ക് ഈ ഭരണഘടനയെ എങ്ങനെ നല്ല രീതിക്ക് അല്ലാതെ ഉപയോഗിക്കാനും സാധിക്കുന്നുള്ള ആരെന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, അംബേദ്കർ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇനി ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ചില നയനിർദ്ദേശങ്ങൾ ആവശ്യമാണെന്ന് അവർ ചിന്തിച്ചു. അങ്ങനെ ഈ കാര്യങ്ങൾ ഇനി നമ്മളെ ഇവിടെ എന്തൊക്കെ നടപ്പിലാക്കണം എന്ന് പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളാണ് എന്തിലുള്ളത്, ഈ നിർദ്ദേശക തത്വങ്ങൾ. പക്ഷെ ഇതെന്ത് ചെയ്യുന്നില്ല, അവരുടെ മുകളിൽ നിങ്ങൾ നടപ്പിലാക്കിയേ തീരൂ, അല്ലെങ്കിൽ നടപ്പിലാക്കിയില്ലെങ്കിൽ കോടതിയിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെയുള്ള പൗരന്മാർക്ക് നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ അടിച്ചേൽപ്പിക്കുന്നുണ്ടോ ഇനി വരാൻ പോകുന്ന ഗവൺമെന്റിന്റെ മുകളിൽ? ഇല്ല. അങ്ങനെ ഭാവി ഗവൺമെന്റിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമല്ല എന്തെന്ന് പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ. ഇങ്ങനെയൊക്കെ സ്റ്റേറ്റ്മെന്റ് വന്നേക്കാം, നിർദ്ദേശക തത്വങ്ങൾ ഭാവി ഗവൺമെന്റിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന നിർദ്ദേശങ്ങളാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇതെന്താ സംഭവം, ഉദ്ദേശിച്ച മനസ്സിലായില്ലല്ലോ. അടിച്ചേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ, മൗലികാവകാശങ്ങൾ ഒരു തരത്തിലും ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് തരാതിരിക്കാൻ വേണ്ടി കൊണ്ട് കഴിയില്ല. അതെന്തുകൊണ്ടാ, ന്യായവാദർഹാണ് അല്ലെ. പക്ഷെ ഈ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കണം എന്നുള്ളത് എന്തില്ല, നിർബന്ധമായിട്ടുള്ള കാര്യമായിട്ട് പറയുന്നില്ല. ഇത് ന്യായവാദത്തിന് അർഹമല്ലാത്ത കാര്യങ്ങളാണ്. കോടതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതി നടപടിയിലൂടെ നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭാവി ഗവൺമെന്റിന്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുന്നുമില്ല. ഓക്കെ, അപ്പൊ നോക്ക് ഇവിടെ പറയുന്നത്, ഇനി നടപ്പിലാക്കിയില്ല എങ്കിൽ ആ നയം നടപ്പിലാക്കാൻ ആവശ്യമായ നിർദ്ദേശം ഗവൺമെന്റിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനൊന്നും കഴിയില്ല. ഇതെന്തല്ല, ജസ്റ്റിഷ്യബിൾ അല്ല, നോൺ ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള അവകാശങ്ങളാണ്. ഇനി ഇത് ഇവിടെ ഉൾപ്പെടുത്തിയതിലൂടെ അവർ ഉദ്ദേശിച്ച കാര്യം എന്തായിരിക്കും,
ഇത് ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഭാവി ഗവൺമെന്റ് എന്ത് ചെയ്യും, ഇനി വരാൻ പോകുന്ന ഗവൺമെന്റുകൾ എന്ത് ചെയ്യും, ഈ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിക്കൊണ്ട് ശ്രമിക്കുമല്ലോ. അതിനു വേണ്ടിക്കൊണ്ടാ എന്ത് ചെയ്തേ, അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേ ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇവ കോടതി മുഖേന നടപ്പിലാക്കാൻ കഴിയില്ല എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർഗനിർദ്ദേശങ്ങൾക്ക് പിന്നിലുള്ള ധാർമ്മിക ശക്തി ഗവൺമെന്റിനെ അർഹിക്കുന്ന രീതിയിൽ അല്ലെ, അർഹിക്കുന്ന ഗൗരവത്തോടെ അത് നടപ്പിലാക്കാൻ പ്രേരിപ്പിക്കുമെന്ന് എന്ത് ചെയ്തു, ഭരണഘടനാ നിർമ്മാതാക്കൾ ചിന്തിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ എന്ത് ആഡ് ചെയ്തത്, ഈ നിർദ്ദേശക തത്വങ്ങൾ ആഡ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, മാർഗനിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്ത ബോധം ഗവൺമെന്റിൽ സൃഷ്ടിക്കാൻ ജനങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഫോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നാലോ, നിയമനിർമ്മാണത്തിലൂടെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാലോ, എന്താ സ്റ്റേറ്റ്മെന്റ്, നിയമനിർമ്മാണത്തിലൂടെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാലോ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. അവർ നോക്കുന്ന എന്താ, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിക്കൊണ്ട് നിലവിലുള്ള ഗവൺമെന്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്, രാഷ്ട്ര നയത്തിനുള്ള നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റ്സിനും അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കും ഇച്ഛാശക്തിക്കും ഒക്കെ വെച്ചിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിക്കൊണ്ട് പറ്റുള്ളൂ. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന എപ്പോഴാണ്, നമ്മുടെ ഓരോ സംസ്ഥാനത്തിനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പം മദ്യനിരോധനം ചിലപ്പോൾ ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ പറ്റുണ്ടാവും, മറ്റൊരു സംസ്ഥാനത്ത് നോക്കുമ്പോഴോ ചിലപ്പോൾ ആ മദ്യത്തിന്റെ കാര്യത്തിൽ നിന്നായിരിക്കും എന്ത് വരുന്നത്, നല്ലൊരു വരുമാനം വരുന്നത്. അപ്പൊ അതങ്ങോട്ട് നടപ്പിലാക്കുന്ന ഒഴിവാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മദ്യനിരോധനം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, അപ്പം ഗവൺമെന്റിലേക്കുള്ള വലിയൊരു നികുതി അല്ലെ, ഖജനാവിലേക്കുള്ള വലിയൊരു പണത്തിന്റെ ഒഴുക്കും അവിടെ അങ്ങോട്ട് നിന്നുപോകും. അപ്പം ഇത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറും. അപ്പൊ ചില സംസ്ഥാനങ്ങളിൽ ഈ മദ്യനിരോധനം നടപ്പിലാക്കാൻ പറ്റുമായിരിക്കും, എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ പറ്റൂല. ആ ഓരോ സംസ്ഥാനത്തിന്റെയും സാമ്പത്തിക സ്ഥിതിയൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് നടപ്പിലാക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ നോക്കി. ഇനി എന്താണ് ഈ നിർദ്ദേശക തത്വങ്ങളിലുള്ളത്? രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ രണ്ട് കാര്യങ്ങൾ? ഒന്ന്, രാഷ്ട്ര നയത്തിനുള്ള അല്ലെ, ഗവൺമെന്റ് പാലിക്കേണ്ട കുറച്ച് നയങ്ങൾ. ഇനി ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ എത്തിക്കേണ്ട ചില ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാ അതിൻ്റെ അകത്ത് ലക്ഷ്യങ്ങളിലൊക്കെ പറയുന്നത്, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ എന്തിൽ പറയുന്നുണ്ട്, ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളിൽ പറയുന്നുണ്ട്. ഇനി ഗവൺമെന്റ് സ്വീകരിക്കേണ്ട ചില നയങ്ങളും എന്തിൽ പറയുന്നുണ്ട്, നിർദ്ദേശക തത്വങ്ങൾ. ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് കൊണ്ടുവരേണ്ട ചില നയങ്ങൾ പറയുന്നുണ്ട്. ഇനി നമുക്കറിയാം 1928 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, മോത്തിലാൽ നെഹ്റു അധ്യക്ഷനായിട്ടുള്ള ഒരു കമ്മിറ്റി അവകാശങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കുന്നുണ്ട്. ആദ്യം ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായിട്ട് ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയായിരുന്നു ആര്, മോത്തിലാൽ നെഹ്റു എന്ന് പറയുന്നത്. അപ്പൊ ഈ മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്തു, കുറെ അവകാശങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കി. എന്നിട്ട് ഈ അവകാശങ്ങളെ 1945 തേജ് ബഹദൂർ സപ്രു അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി എന്ത് ചെയ്യുന്നുണ്ട്, രണ്ടായിട്ട് വിഭജിക്കുന്നുണ്ട്. ആ രണ്ടായിട്ട് വിഭജിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാ, ന്യായീകരിക്കാൻ കഴിയുന്ന അവകാശങ്ങളും പിന്നെയോ ന്യായീകരിക്കാൻ കഴിയാത്ത അവകാശങ്ങളും, ജസ്റ്റിഷ്യബിളും നോൺ ജസ്റ്റിഷ്യബിൾ എന്ന് പറഞ്ഞ് രണ്ടായിട്ട് വിഭജിക്കുക ചെയ്ത്. എന്നിട്ട് ഈ ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള അവകാശങ്ങളെയാണ് ഏതിൽ ഉൾപ്പെടുത്തിയത്, ഭാഗം 3. അതേപോലെ ഉൾപ്പെടുത്തി ഞാൻ പറയുന്നില്ല, അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കൻ ഭരണഘടനയിലുള്ള അവകാശങ്ങളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഭാഗം 3 ആക്കിയത്. എന്നാൽ നോൺ ജസ്റ്റിഷ്യബിൾ ആയിട്ടുള്ള കുറച്ച് അവകാശങ്ങളെ ഏതിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഭാഗം 4. നമ്മൾ പഠിക്കുന്നില്ലേ, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ കാരണമായിട്ടുള്ള കമ്മിറ്റിയാണ് ഏത്, സപ്രു കമ്മിറ്റി എന്ന് പറയുന്നത്, തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി. മനസ്സിലായില്ലേ? ഇപ്പൊ എന്താ പറഞ്ഞത്, നമ്മള് 1928 മോത്തിലാൽ നെഹ്റു എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു റിപ്പോർട്ട് അല്ലെ, ഒരു കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുന്നുണ്ട്, അവകാശങ്ങളുടെ ഒരു പട്ടിക. പിന്നെ നമുക്ക് അവകാശങ്ങൾ വേണമെന്നും അവകാശ പത്രിക വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രിട്ടീഷുകാരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മോത്തിലാൽ നെഹ്റു കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഈ അവകാശങ്ങള് തേജ് ബഹദൂർ സപ്രു കമ്മിറ്റി എന്ത് ചെയ്യുന്നു, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. ന്യായീകരിക്കാൻ കഴിയുന്ന അവകാശങ്ങളും ന്യായീകരിക്കാൻ കഴിയാത്ത അവകാശങ്ങൾ. അതിലുള്ള ചില ന്യായീകരിക്കാൻ കഴിയുന്ന അവകാശങ്ങളാണ് ഏതിൽ ഉൾപ്പെടുത്തിയത്, ഭാഗം 3 മൗലികാവകാശങ്ങളായിട്ട് ഉൾപ്പെടുത്തി. എന്നാൽ ന്യായീകരിക്കാൻ കഴിയാത്ത ചില അവകാശങ്ങളാണ് ഏതിലേക്ക് ഉൾപ്പെടുത്തിയത്, ഭാഗം 4 നിർദ്ദേശക തത്വങ്ങളായിട്ട്. അപ്പൊ മൗലികാവകാശത്തിന് പുറമെ വ്യക്തികൾ അനുഭവിക്കേണ്ടതായിട്ടുള്ള അവകാശങ്ങൾ ഏതിലുണ്ട്, ഭാഗം 4 പറയുന്നത്. അപ്പൊ തുല്യ ജോലിക്ക് തുല്യ വേതനത്തിനുള്ള അവകാശം, ഇതൊക്കെ എന്താ, മൗലികാവകാശമല്ല, നമുക്ക് കിട്ടേണ്ട അവകാശമല്ലേ. തുല്യ ജോലിക്ക് സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം ആയിരിക്കണമല്ലോ അല്ലെ. അപ്പൊ ഇതൊക്കെ എവിടെയാണ് പറയുന്നത്, ഇവിടെ ഭാഗം 4 നിർദ്ദേശക തത്വങ്ങൾ. അപ്പൊ നിർദ്ദേശക തത്വങ്ങൾ ഉള്ളടക്കത്തിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ, ഒന്ന്
ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ അച്ചീവ് ചെയ്യേണ്ട കുറെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലെ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ, മൗലികാവകാശങ്ങൾക്ക് പുറമെ നമുക്ക് കിട്ടേണ്ട കുറെ അവകാശങ്ങൾ. പിന്നെ മൂന്നാമത്തെ കാര്യം ഗവൺമെന്റ് നടപ്പിലാക്കേണ്ട കുറെ കാര്യങ്ങൾ. എന്നൊക്കെയാ ഉൾപ്പെടുന്നത് ലക്ഷ്യങ്ങൾ, സമൂഹം എന്ന നിലയിൽ നമ്മൾ പാലിക്കേണ്ട ലക്ഷ്യങ്ങൾ. പിന്നെ പറയുന്നത് മൗലികാവകാശത്തിന് പുറമെയുള്ള അവകാശങ്ങൾ. പിന്നെ പറയുന്നത് എന്താ, ഗവൺമെന്റ് സ്വീകരിക്കേണ്ട കുറച്ച് നയങ്ങളാണ്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന്റെ കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. താഴെ പറയുന്ന ചില നിർദ്ദേശങ്ങൾ തത്വങ്ങളെ പരിശോധിക്കുന്നതിലൂടെ ഭരണഘടനാ ശില്പികളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് ചില ആശയങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് ചില നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുന്നതിന് അതാത് കാലഘട്ടങ്ങളിലെ സർക്കാരുകൾ ശ്രമിച്ചിട്ടുണ്ട്. ജന്മിത്ത നിരോധന നിയമങ്ങള്, ബാങ്കുകളുടെ ദേശസാൽക്കരണം, നിരവധി ഫാക്ടറി നിയമങ്ങൾ, കുറഞ്ഞ കൂലി നിശ്ചയിക്കല്, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം, പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും ഉന്നമനത്തിലുള്ള സംവരണം, ഇതൊക്കെ എന്ത് ചെയ്യുന്നു, പാസ്സാക്കപ്പെട്ടു. പിന്നെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, പഞ്ചായത്ത് രാജിന്റെ നടപ്പിലാക്കല്, തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടെങ്കിലും ജോലി ചെയ്യാനുള്ള അവകാശം, ഉച്ചഭക്ഷണ പദ്ധതി മുതലായിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഇതിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താ, നിർദ്ദേശക തത്വങ്ങളുടെ ലക്ഷ്യം എന്താ, ജനങ്ങളുടെ ക്ഷേമാണ്, ഒരു ക്ഷേമ രാഷ്ട്രം ഉണ്ടാക്കുന്നതിന് വേണ്ടിക്കൊണ്ടാണ് അല്ലെ എന്ത് ചെയ്യുന്നത്, ഇത് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിർദ്ദേശക തത്വങ്ങളുടെ കാര്യം തുല്യതാ ടെക്സ്റ്റ് ബുക്കിലാണ്, എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും തന്നെ ഇല്ല. ഒരു ആർട്ടിക്കിൾ ഇവിടെ പറയുന്നുണ്ട്, 4-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളിലാണെന്ന് പറയുന്നുണ്ട്. ഈ നീതിന്യായ കോടതിയുടെ സഹായത്താൽ നടപ്പിലാക്കി കിട്ടാൻ കഴിയാത്തവയാണെന്നും അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഉള്ളടക്കത്തിൽ എന്തൊക്കെയുള്ള ലക്ഷ്യങ്ങളും മാർഗങ്ങളും, മൗലികാവകാശത്തിന് പുറമേയുള്ള അവകാശങ്ങൾ, ഗവൺമെന്റ് സ്വീകരിക്കേണ്ട കുറച്ച് നയങ്ങൾ. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നിങ്ങൾ നോക്കിയേ, നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണുള്ളത്, ലക്ഷ്യങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, പിന്നെ നയങ്ങളുണ്ട്. ഇത് മൂന്നല്ലേ നിർദ്ദേശക തത്വത്തിലുള്ളത്. എന്തൊക്കെയായിരുന്നു, ലക്ഷ്യങ്ങളുണ്ട്, ന്യായവാദർഹമല്ലാത്ത കുറെ അവകാശങ്ങളുണ്ട്, പിന്നെ നയങ്ങളുണ്ട്. അപ്പൊ നോക്കാം നമുക്ക് എന്തൊക്കെയാ ലക്ഷ്യങ്ങളിലുള്ളത്. നിർദ്ദേശക തത്വത്തിലെ പല കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ആർട്ടിക്കിൾ ഞാനിവിടെ പറയുന്നില്ല കേട്ടോ, ശ്രദ്ധിക്കുക. ജനക്ഷേമം, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഒരു ലക്ഷ്യമായിട്ടാണ് പറയുന്നത്. അപ്പൊ നമ്മൾ നേടേണ്ട ലക്ഷ്യങ്ങൾ. ഇനി ജീവിത നിലവാരം മെച്ചപ്പെടുത്തല്, വിഭവങ്ങളുടെ തുല്യ വിതരണം, അന്തർദേശീയ സമാധാനം പരിപോഷിപ്പിക്കുക, ഇതൊക്കെ നമ്മളും കൂടെ ഇടപെട്ടിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതാണ് സമൂഹം എന്ന നിലയിൽ നാം പാലിക്കേണ്ട അല്ലെങ്കിൽ നാം ഉൾക്കൊള്ളേണ്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ന്യായവാദർഹമല്ലാത്ത മൗലികാവകാശത്തിന് പുറമെയുള്ള അവകാശങ്ങൾ ഏതൊക്കെയാ, മതിയായ ഉപജീവന മാർഗം, പിന്നെ തുല്യ ജോലിക്ക് തുല്യ വേതനം, സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം, തൊഴിലിനുള്ള അവകാശം, ശിശു പരിപാലനവും, പിന്നെ 6 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം. ഇതൊക്കെ എന്താ, മൗലികാവകാശത്തിന് പുറമെ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം അവകാശങ്ങളുടെ പട്ടിക തയ്യാറാക്കിയാല് എന്ത് ചെയ്ത ഡിവൈഡ് ചെയ്ത സമയത്ത് ഇതൊക്കെ ന്യായവാദർഹമല്ലാത്ത അവകാശങ്ങളായിട്ടാണ് ഉൾപ്പെടുത്തിയത്. ഇനി നയങ്ങൾ, ഗവൺമെന്റ് കൊണ്ടുവരേണ്ട നയങ്ങൾ എന്തൊക്കെയാ, ഏകീകൃത സിവിൽ കോഡ്, ലഹരി പാനീയങ്ങളുടെ ഉപയോഗം നിരോധിക്കല്, കുടിൽ വ്യവസായം, പിന്നെ ഗ്രാമപഞ്ചായത്തുകൾ രൂപീകരിക്കല്, കന്നുകാലികളുടെ അതായത് ഗോവധ നിരോധനം, കൃഷി മൃഗ സംരക്ഷണവും, ഇതൊക്കെ ആര് കൊണ്ടുവരേണ്ടതാ, ഗവൺമെന്റ് കൊണ്ടുവരേണ്ട നയങ്ങളാണ്. അപ്പൊ നിർദ്ദേശക തത്വത്തില് എന്തൊക്കെയോ ഉൾപ്പെടുന്ന ലക്ഷ്യങ്ങളുണ്ട്, നമ്മളെല്ലാരും കൂടെ കൊണ്ടുവരേണ്ട ലക്ഷ്യങ്ങൾ. പിന്നെ നമുക്ക് കിട്ടേണ്ട മൗലികാവകാശത്തിന് പുറമെയുള്ള അവകാശങ്ങൾ, അതാണ് നമ്മുടെ മതിയായ ഉപജീവന മാർഗം, പിന്നെ തുല്യ ജോലിക്ക് തുല്യ ഇതിനുള്ള വേതനത്തിനുള്ള അവകാശം. ഓക്കെ, ഇതൊക്കെ എന്താണ്, സാമ്പത്തിക ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശം ഒക്കെ പറയുന്നത് മൗലികാവകാശത്തിന് പുറമെയുള്ള അവകാശമായിട്ടാണ്. ഗവൺമെന്റ് പാലിക്കേണ്ട, ഗവൺമെന്റ് തന്നെ കൊണ്ടുവരേണ്ട നയങ്ങൾ എന്തൊക്കെയാ, ഏകീകൃത സിവിൽ കോഡ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അല്ലല്ലോ, അതാര് കൊണ്ടുവരണം, ഗവൺമെന്റ് കൊണ്ടുവരണം. പിന്നെ അടുത്ത പോലെ തന്നെ ഈ കന്നുകാലി കശാപ്പിന്റെ നിരോധനം അല്ലെ, ഈ കാര്യങ്ങളൊക്കെയാണ് ആര് കൊണ്ടുവരേണ്ടത്, ഗവൺമെന്റ് നടപ്പിലാക്കേണ്ട കാര്യങ്ങളാ. ലഹരി പാനീയങ്ങളുടെ നിരോധനം, ഇതൊക്കെ ഗവൺമെന്റ് കൊണ്ടുവരേണ്ട നയങ്ങളാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇതൊക്കെയാണ് എന്ത്, നിർദ്ദേശക തത്വത്തിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾ, മൗലികാവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും പരസ്പര പൂരകങ്ങളാണ്. അതായത് മൗലികാവകാശങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനെ ഗവൺമെന്റിനെ വിലക്കുക ചെയ്യുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് ഗവൺമെന്റിനെ വിലക്കുന്നത്, കാരണം നമുക്ക് അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിക്കൊണ്ട്. അത് തടഞ്ഞു നിർത്തുന്നത് തന്നെ ഗവൺമെന്റിനെ വിലക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇവിടെ പറയുന്നുണ്ട്, മൗലികാവകാശങ്ങൾ ഗവൺമെന്റിനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വിലക്കുമ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്ത് ചെയ്യാണ്, ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിക്കുകയാണ്.
ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നോക്കി വെച്ചോ. മൗലികാവകാശങ്ങൾ ഗവൺമെന്റിനെ ചില കാര്യങ്ങൾ ചെയ്യുന്നതിന് വിലക്കുമ്പോൾ അതിനെ വിലക്കുന്ന ആ അവകാശങ്ങൾ നമ്മൾ എന്താ പറയുക? നെഗറ്റീവ് അവകാശങ്ങൾ എന്നാ പറയുക, അല്ലെ? അപ്പൊ മൗലികാവകാശങ്ങളിൽ മുക്കാൽ ഭാഗം എന്താണ്? നെഗറ്റീവ് അവകാശങ്ങളാണ്. ഗവൺമെന്റിനോട് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്, നമ്മൾ പറയുന്നുണ്ടല്ലോ സ്റ്റേറ്റിനെ അനുവദിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെ? അപ്പൊ ഈ സ്റ്റേറ്റിനോട് ചെയ്യരുത് അത് ചെയ്തോ എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് അവകാശങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അധികം എന്താണ്? നെഗറ്റീവ് അവകാശങ്ങൾ. അപ്പൊ ഗവൺമെന്റിന് ചില കാര്യങ്ങളിൽ നിന്ന് വിലക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുക? ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിക്കൊണ്ട് നിർദ്ദേശതത്വങ്ങൾ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, മൗലികാവകാശങ്ങൾ ഒരു വ്യക്തിനെ ഓറിയന്റഡ് ആയിട്ടാണ് ഉള്ളതെങ്കിൽ നിർദ്ദേശതത്വങ്ങളോ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രത്തിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടിക്കൊണ്ടും ജനക്ഷേമത്തിന് വേണ്ടിക്കൊണ്ടും. മനസ്സിലായില്ലേ? മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരു വ്യക്തിയുടെ ഒരു വ്യക്തി താല്പര്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വ്യക്തിത്വ വികാസത്തിനൊക്കെ വേണ്ടിക്കൊണ്ടാണ്. എന്നാൽ നിർദ്ദേശതത്വങ്ങളോ അതിന് വേണ്ടിയിട്ടാണോ? അല്ല. എന്തിനു വേണ്ടിയിട്ടാ? വ്യക്തി എന്നുള്ള ഓറിയന്റഡ് ആയിട്ടല്ല ഇവിടെ വരുന്നത്. ഇവിടെ മൊത്തം രാഷ്ട്രത്തിനെ നോക്കിയിട്ടാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ പോയിന്റ്സുകൾ എന്തായാലും പഠിച്ചു വെക്കണം, ഇത് ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും നോക്കിയേ തീരുള്ളൂ. നോക്കുക, മൗലിക ചുമതലകൾ. ഇപ്പൊ നമ്മൾ മൗലികാവകാശങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ മൗലിക ചുമതലകൾ നമ്മൾ ചെയ്യണം നിർബന്ധം പറയുന്നുണ്ടോ? ഒരിക്കലുമില്ല, അല്ലെ? മൗലിക ചുമതലകളും എന്തല്ല? ന്യായവാദർഹമല്ല. ഇതൊന്നും കോടതി മുഖേന നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എപ്പോഴായി മൗലിക ചുമതലകൾ കൂട്ടിച്ചേർത്ത്? 1976 42ാം ഭരണഘടനാ ഭേദഗതി വഴിയാണ്. ഇനി നോക്കേ, ആകെ ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയുടെ ഒരു പട്ടിക ചേർക്കപ്പെട്ടു. ആകെ 10 ചുമതലകളാണ്, അല്ലെ? 10 ചുമതലകളായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നീടാണ് എന്ത് ചെയ്യുന്നത്? +1, അതായത് +1 ഏതായിരുന്നു? 86ാം ഭേദഗതി വഴി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം പാരന്റ്സിന്റെയും പിന്നെ രക്ഷാകർത്താക്കളുടെയും ഒക്കെ ഒരു കടമയായിട്ട് മാറ്റി. ഇനി എന്തൊക്കെയാ പറയുന്നത്? പൗരന്മാരെന്ന നിലയിൽ ഭരണഘടനയെ അനുസരിക്കുക, രാജ്യത്തെ പ്രതിരോധിക്കുക, സൗഹാർദ്ദം വളർത്തുക, പരിസ്ഥിതി സംരക്ഷിക്കുക. അതൊക്കെ മൗലിക കടമയായിട്ടാണ് പറയുന്നത്. നമുക്ക് വേണ്ട ഏറ്റവും ലാസ്റ്റുള്ള സെന്റൻസാ അവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ അനുഭവിക്കണമെങ്കിൽ മൗലിക ചുമതലകൾ നിർവഹിക്കണമെന്നില്ല യാതൊരു നിബന്ധനയിലും ഭരണഘടനയിൽ പറയുന്നില്ല, അല്ലെ? അതേപോലെ തന്നെ മൗലിക കർത്തവ്യങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി മൗലികാവകാശങ്ങളുടെ പദവിക്ക് എന്ത് സംഭവിച്ചിട്ടില്ല? യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇത് നമ്മൾ വേറൊരു രീതിയിൽ, അപ്പൊ എക്സാം ഹോൾഡിങ്ങിന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു വെച്ചോ, നിങ്ങൾ ആലോചിച്ച് നോക്കി. എക്സാം ഹോൾഡിങ്ങിന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു, മൗലിക കർത്തവ്യങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി മൗലികാവകാശങ്ങളുടെ പദവിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് വന്നതെന്ന് വെച്ചോ. അപ്പൊ നമ്മൾ എങ്ങനെ എക്സാം ഹോളിൽ നിന്ന് ചിന്തിക്കുക? മൗലിക കർത്തവ്യങ്ങൾ കൂട്ടിച്ചേർത്തു. അപ്പം അത് കൂട്ടിച്ചേർത്ത സമയത്ത് വിദ്യാഭ്യാസം എന്നുള്ളത് മൗലികാവകാശം അങ്ങനെയൊക്കെ കയറി ചിന്തിച്ചു, അല്ലെ? 11ാമത്തെ കടമ കൂട്ടിച്ചേർത്തപ്പോൾ ആ സമയത്ത് തന്നെയല്ലേ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയ. അപ്പൊ ഇത് കൂട്ടിച്ചേർക്കൽ വഴി മൗലികാവകാശത്തിലെ മാറ്റം വന്നിട്ടില്ലേ? ഇവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്, മൗലിക കർത്തവ്യങ്ങളുടെ കൂട്ടിച്ചേർക്കൽ വഴി മൗലികാവകാശങ്ങളുടെ പദവിക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ട് തന്നെ ഇല്ല. കാരണം എന്താ? അത് ചെയ്യണമെങ്കിൽ ഈ മൗലിക അവകാശങ്ങൾ നമുക്ക് കിട്ടണമെങ്കിൽ കടമകൾ ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനും ഭരണഘടനയിൽ പറയുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്തൊക്കെയാ നോക്കിയിട്ടുള്ളേ? ബാക്കിയുള്ള 2 മൗലികാവകാശങ്ങൾ, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശങ്ങൾ. അതിൽ കുറച്ച് പോയിന്റ്സ് എക്സ്ട്രാ ഉണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് റിട്ടുകൾ പഠിച്ചു, നിർദ്ദേശക തത്വങ്ങളെ കുറിച്ചും അതിലുള്ള നയങ്ങള്, ലക്ഷ്യങ്ങള്, ബാക്കി ന്യായവാദർഹമല്ലാത്ത അവകാശങ്ങളും നോക്കി. നിർദ്ദേശക തത്വങ്ങളുടെ ഉള്ളടക്കം എന്തൊക്കെയാണെന്നുള്ളതും കവർ ചെയ്തു. പിന്നെ മൗലിക ചുമതലയെ കുറിച്ച് എത്ര കാര്യങ്ങളാണ് മൗലിക ചുമതലകളായിട്ട് പറയുന്നത്? തുല്യതാ ടെക്സ്റ്റ് ബുക്കിൽ ചുമതലകളും 11 എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അതിങ്ങോട്ട് ആഡ് ചെയ്യാത്തതാണ്. നമുക്ക് എന്ത് ചെയ്യേണ്ട? അത്രയും ഡീപ്പായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ടെക്സ്റ്റിലുള്ള പോയിന്റ്സുകൾ മാത്രം തന്നെ എടുത്തു നോക്കാം. മൗലിക ചുമതലകളൊക്കെ ഓൾറെഡി നിങ്ങൾ ഇപ്പം എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുന്ന ആളുകളാണെങ്കിൽ 11 എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചേ പറ്റുള്ളൂ. 51 A ക്ലോസ് A മുതൽ 51 A ക്ലോസ് K വരെ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ള അറിഞ്ഞു വെക്കണം. ഇല്ലാതെ നമുക്ക് എക്സാമിന് പോകുന്നവരെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്, എങ്ങനെ ചുമതലകളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്ന് അറിഞ്ഞു വെച്ചേ പറ്റുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചാപ്റ്റർ 2 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നോട്ടൊന്നും ഇപ്പൊ എഴുതണം എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പിന്നീട് പതുക്കെ ഓരോരുത്തരും ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ നോക്കുന്ന സമയത്ത് ഈ നോട്ടുകൾ എഴുതിയെടുത്താൽ മതി. അപ്പം എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലായ കാര്യങ്ങളും മനസ്സിലാവാത്ത കാര്യങ്ങളും എല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.